അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന 5 മനഃശാസ്ത്രപരമായ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മാനസിക ആരോഗ്യത്തെയും ചിന്താഗതിയെയും ഏറ്റവും നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശീലമാണ് രാത്രിയുടെ അവസാന യാമങ്ങളിൽ ഉറക്കിൽ നിന്ന് ഉണരുക എന്നത്. ആത്മീയമായ ഒരു കർമ്മം എന്നതിലുപരി തഹജ്ജുദ് നിസ്കാരത്തിനായി എഴുന്നേൽക്കുന്ന വ്യക്തികളുടെ മനസ്സിൽ വലിയ തോതിലുള്ള മനഃശാസ്ത്രപരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. എല്ലാവരും അഗാധമായ നിദ്രയിലാണ്ടിരിക്കുന്ന ആ നിശബ്ദമാകുന്ന യാമങ്ങളിൽ ഉണർന്നിരിക്കുന്നത് മനസ്സിനും മസ്തിഷ്കത്തിനും നൽകുന്ന ഗുണങ്ങൾ അത്ഭുതകരമാണ്. ഇതിനെക്കുറിച്ചുള്ള 5 പ്രധാനപ്പെട്ട മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഉയർന്ന ആത്മനിയന്ത്രണവും ഇച്ഛാശക്തിയുമാണ്. നല്ല ഉറക്കത്തിൽ നിന്ന് മനഃപൂർവ്വം ഉണരുക എന്നത് വലിയ ഒരു ഇച്ഛാശക്തി ആവശ്യപ്പെടുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. താൽക്കാലികമായ സുഖങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള കഴിവാണ് ഒരു വ്യക്തി ഇവിടെ വികസിപ്പിച്ചെടുക്കുന്നത്. പുതപ്പിൻ്റെ ചൂടും ഉറക്കത്തിൻ്റെ സുഖവും വേണ്ടെന്ന് വെച്ച് എഴുന്നേൽക്കാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിലെ മറ്റുള്ള എല്ലാ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള മാനസിക കരുത്താണ് ഇതിലൂടെ കൈവരുന്നത്. ഇത് വ്യക്തിത്വത്തിന് കടുത്ത അച്ചടക്കമാണ് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ കാര്യം മാനസിക സമ്മർദ്ദക്കുറവും ആന്തരിക ശാന്തതയുമാണ്. അർദ്ധരാത്രി സമയത്തിനു ശേഷം രാവിലെ വരെ, അതായത് പുലർച്ചെയുള്ള സമയം, മനുഷ്യ ശരീരത്തിലെ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന ഹോർമോണുകളുടെ അളവ് സ്വാഭാവികമായി കുറവുള്ള സമയമാണ്. ഈ സമയത്ത് ഉണർന്ന് പ്രാർത്ഥനയിലും ആരാധനയിലും ഏർപ്പെടുക എന്നത് തലച്ചോറിന് കടുത്ത ശാന്തത നൽകുന്ന ഒരു കാര്യമാണ്. പകൽ സമയത്തെ ആശങ്കകളും നിരാശകളും അകറ്റി നിർത്തി മനസ്സിനെ പൂർണ്ണമായും ശുദ്ധീകരിക്കാൻ ഈ ശാന്തമായ അന്തരീക്ഷം നമ്മെ സഹായിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം ചിന്തകളിലുണ്ടാകുന്ന വ്യക്തതയാണ്. പകൽ സമയങ്ങളിൽ നമ്മുടെ മനസ്സ് വർത്തമാനങ്ങൾ, ജോലികൾ, ചുറ്റുമുള്ള ബഹളങ്ങൾ തുടങ്ങിയ അനേകം ശബ്ദങ്ങളാൽ അസ്വസ്ഥമായിരിക്കും. എന്നാൽ ഈ രാത്രിയുടെ അവസാന യാമങ്ങളിൽ ബാഹ്യമായ ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഈ സമയത്ത് മനസ്സ് തികച്ചും ശാന്തമായിരിക്കും. ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുകയും ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ കാര്യം വൈകാരികമായ ഭാരമിറക്കി വെക്കലാണ്. തഹജ്ജുദ് നിസ്കാരത്തിൽ ഒരു വ്യക്തി തൻ്റെ സൃഷ്ടാവിനോട് മനസ്സു തുറന്ന് സംസാരിക്കുകയും സങ്കടങ്ങൾ അള്ളാഹുവിനോട് പറയുകയും ചെയ്യുന്നു. ഉള്ളിലൊതുക്കി വച്ചിരിക്കുന്ന എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രാർത്ഥനയിലൂടെ കണ്ണുനീരായി ഒഴുക്കിക്കളയുമ്പോൾ വലിയൊരു ആശ്വാസം അവർക്ക് ലഭിക്കുന്നു. ഇത് മനസ്സിലെ കടുത്ത ഭാരങ്ങളെയും നിരാശകളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ഉപാധി കൂടെയാണ്. അഞ്ചാമത്തെ കാര്യം സ്വയം ബഹുമാനവും ആത്മവിശ്വാസവുമാണ്. മറ്റുള്ളവരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ താൻ മാത്രം ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി ഉണർന്നിരിക്കുന്നു എന്ന ചിന്ത ഒരു വ്യക്തിയിൽ പോസിറ്റീവായ ഒരു ഭാവമുണ്ടാക്കുന്നു. ഇത് അഹങ്കാരമല്ല, മറിച്ച് സ്വയം തോന്നുന്ന ബഹുമാനമാണ്. താൻ ജീവിതത്തിൽ കൃത്യനിഷ്ഠതയുള്ളവനാണ് എന്ന ബോധം ഉപബോധ മനസ്സിൽ ഉറക്കുമ്പോൾ അത് പകൽ സമയത്തെ പെരുമാറ്റത്തിലും ആത്മവിശ്വാസത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കാരം എന്നത് കേവലം ഒരു ആരാധന മാത്രമല്ല, അത് മാനസികവും ശാരീരികവുമായ ഉന്മേഷം നൽകുന്ന ഒരു ഉത്തമ ശീലം കൂടെയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ ശരീരവും മനസ്സും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിന് ആന്തരികമായ ഒരു വല്ലാത്ത സമാധാനം ലഭിക്കുന്നു. ഈ സമയത്തെ ഉണരൽ മനസ്സിന് നൽകുന്ന അച്ചടക്കവും സമാധാനവും ഒരു വ്യക്തിയെ മാനസികമായി കൂടുതൽ ശക്തനും ശുഭാപ്തി വിശ്വാസമുള്ളവനുമാക്കി മാറ്റാൻ സഹായിക്കുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.